അതൊരു അങ്ങനെ ഒരു പടം വിട്ടുപോയത്, അല്ലെങ്കിൽ എൻ്റെ പടം ആ പോസ്റ്ററിനകത്ത് വിട്ടുപോയത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നോട്ടപ്പിശകോ ജാഗ്രതക്കുറവോ ആയിരിക്കാം. മറ്റ് ജില്ലയ്ക്ക് പുറത്ത് നടക്കുന്ന വള്ളംകളിയിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളും അതിലെ തുഴച്ചിക്കാരെല്ലാം അതിൻ്റെ ഏതാണ്ട് 90% കുട്ടനാട്ടുകാരാണ്. അപ്പോൾ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വള്ളംകളി അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരപരമായ ഒരു മത്സരമാണ്. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 22 നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി ആലോചന യോഗങ്ങൾ ഒക്കെ നടന്നു കഴിഞ്ഞു. ഇപ്പോഴും അതിൻ്റെ വിവിധ സബ് കമ്മിറ്റികൾ യോഗങ്ങൾ ചേർന്ന് ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം വിജയകരമായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും നടത്തി വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയും ഇറക്കിയ ഒരു പോസ്റ്ററിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ ഫോട്ടോയെ വെച്ച ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു. ആ പോസ്റ്ററിൽ എൻ്റെ ആലപ്പുഴയിൽ ഉൾപ്പെടുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ MP എന്ന നിലയിൽ എൻ്റെ പടം ഉൾപ്പെടുത്തിയിരുന്നില്ല. അത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളുണ്ടായി. പക്ഷേ അതൊരു അങ്ങനെ ഒരു പടം വിട്ടുപോയത്, അല്ലെങ്കിൽ എൻ്റെ പടം ആ പോസ്റ്ററിനകത്ത് വിട്ടുപോയത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നോട്ടപ്പിശകോ ജാഗ്രതക്കുറവോ ആയിരിക്കാം. ഇത് ഈ പോസ്റ്റർ തയ്യാറാക്കിയവർക്കുണ്ടായ നോട്ടപ്പിശകോ ജാഗ്രതക്കുറവോ ആയിരിക്കാം. അത് മാധ്യമങ്ങളിൽ ശ്രദ്ധയിൽ വന്നു. അത് വാർത്തയായി മാറിയപ്പോൾ അവരത് തിരുത്തുകയും എൻ്റെ പടവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു പോസ്റ്റർ അവർ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല. പോസ്റ്ററിലൊരു പടം വന്നില്ല എന്നതുകൊണ്ട് ഞാൻ വള്ളംകളിയിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നോ വള്ളംകളിയായി സഹകരിക്കില്ലെന്നോ ഒക്കെയുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പോസ്റ്ററിൽ പടം വരികയോ ഫോട്ടോ വരികയോ അല്ലെങ്കിൽ പത്രത്തിൽ പേര് വരികയോ വരാതിരിക്കുകയോ താങ്കൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഒന്നും അറിയിച്ചില്ല. കുട്ടനാട് സന്ദർശിക്കാനായിട്ട് KC വേണുഗോപാൽ MPക്കൊപ്പം മന്ത്രിമാർ പോകുന്നു. പിന്നീട് മറ്റൊരു ദിവസമാണ് താങ്കൾ പോയത്. ഇപ്പൊ രണ്ടാമത്തെ ഒരു സംഭവം അടുത്തിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ ഒരു അവഗണന പോലെ തോന്നുന്നുണ്ടോ? ഇല്ല, അത് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ വെള്ളപ്പൊക്കം ഉണ്ടായ സമയം മുതൽ തന്നെ കുട്ടനാട്ടിലും ചെങ്ങന്നൂരും ഒക്കെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോവുകയും അതിൽ വെള്ളം കയറിയ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് KC വേണുഗോപാൽ അതുപോലെ മന്ത്രിമാരും കുട്ടനാട്ടിലെ പൊക്കം ഉണ്ടായ ചില സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ക്യാമ്പുകൾ സന്ദർശിക്കുവാനും തീരുമാനമെടുത്തത്. ആ വിവരം എന്നെ KC വേണുഗോപാലിൻ്റെ ഓഫീസിൽ അറിയിച്ചിരുന്നു. പക്ഷേ എനിക്ക് അന്ന് തിരുവനന്തപുരത്ത് ആ ദിവസം രാവിലെ ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം നേരത്തെ ഏറ്റതുകൊണ്ട് എനിക്ക് അതിന് പോകേണ്ടി വന്നു. ആ പ്രോഗ്രാം ഞാൻ പറയുകയും ചെയ്തു. അത് പ്രോഗ്രാം ഒന്നുമല്ല, പാലാ ബ്രില്യൻ കോളേജ് നടത്തുന്ന വിക്ടറി ഡേ, അവരുടെ ഈ വർഷത്തെ നീറ്റ് എക്സാമിലും അതുപോലെ മറ്റ് കേന്ദ്ര പരീക്ഷകളിലും വിജയിച്ച വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഉപകാരം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾക്ക് തിരുവനന്തപുരത്ത് വെച്ചാണ് അന്ന് വിക്ടറി ഡേയിൽ അവർക്ക് ഉപഹാരങ്ങൾ നൽകിയത്. അതിൽ ഒരു ഗസ്റ്റായിട്ട് എന്നെ ക്ഷണിച്ചിരുന്നു. അത് ഞാൻ നേരത്തെ തീരുമാനിച്ച പരിപാടിയായതുകൊണ്ട് എനിക്കതിൽ പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് അന്ന് KC വേണുഗോപാലും മന്ത്രിമാരും അവിടെ വന്നപ്പോൾ എനിക്ക് അവരോട് പക്ഷേ ഞാൻ അവിടെ ഒരു അര ദിവസം രാവിലെ മുതൽ ഉച്ച വരെ തിരുവനന്തപുരത്ത് നടന്ന പരിപാടി പങ്കെടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ തിരിച്ചു വന്ന് മാവേലിക്കരയിലും ചെങ്ങന്നൂരും കുട്ടനാട്ടിലും ചങ്ങനാശ്ശേരിയിലുമുള്ള എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കുന്ന എൻ്റെ പ്രവർത്തനം തുടർന്നു. അത് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, അവിടുത്തെ പാർട്ടി പ്രവർത്തകരും അവിടുത്തെ നേതാക്കളും പ്രാദേശിക അറിയിച്ച് അവഗണന നേരിടുന്ന ഒരു വ്യക്തിയാണ് കൊടിക്കുന്നിൽ എന്നുള്ളൊരു പരിവേഷം പലപ്പോഴും പലരും അങ്ങനെ പറയാം. അല്ല, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? എനിക്ക് അങ്ങനെ ഒരു പാർട്ടിയിൽ ഏതെങ്കിലും ഇത്രയും വർഷം MP ആയിട്ടുള്ള ഒരാളാണ്. ഇത്രയും വലിയൊരു മണ്ഡലം, അതായത് 3 ജില്ലകളിലായി പരന്നിടക്കുന്ന ഒരു മണ്ഡലം. അപ്പൊ കുട്ടനാട് മാത്രം ഇത്രയും ചുണ്ടവള്ളങ്ങൾ വരുന്ന ഒരിടത്ത് MP എങ്ങനെ മറക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതെ, നെഹ്റു ട്രോഫി വള്ളംകളിയിലായിരുന്നാലും മറ്റ് ജില്ലയ്ക്ക് പുറത്ത് നടക്കുന്ന വള്ളംകളിയിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളും അതിലെ തുഴച്ചിക്കാരെല്ലാം അതിൻ്റെ ഏതാണ്ട് 90% കുട്ടനാട്ടുകാരാണ്. അപ്പോൾ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വള്ളംകളി അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരപരമായ ഒരു മത്സരമാണ്. അത് ഞങ്ങളിപ്പോൾ മൂലം വള്ളംകളി, ആദ്യത്തെ വള്ളംകളി എന്ന് പറയുന്നത് മൂലം വള്ളംകളിയാണ്. അത് വളരെ വിജയകരമായി അവസാനിച്ചു. ഇനിയിപ്പം നെഹ്റു ട്രോഫി കഴിഞ്ഞാൽ
വരാൻ പോകുന്നത് പായിപ്പാട് ജലോത്സവം വരുന്നു, അതുപോലെ രാജീവ് ഗാന്ധി ട്രോഫിക്ക് വേണ്ടിയുള്ള പുളിങ്കുന്ന് ജലോത്സവമുണ്ട്. പിന്നെ അത് ചെറുതും വലുതുമായ നിരവധി ജലോത്സവങ്ങൾ അവിടെ ഈ ഓണക്കാലത്തൊക്കെ നടക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ ഞാൻ മുഖ്യ സംഘാടകരിൽ ഒരാളോ അവർക്ക് ആ വള്ളംകളികൾ വിജയകരമായി നടത്തുന്ന ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് ഇടപെടുന്ന കഴിഞ്ഞ 10-15 വർഷമായി ഇടപെടുന്ന വേദനിപ്പിച്ചോ ഒരു വേദനയില്ല. KPCC അധ്യക്ഷ പദവിയെ കുറിച്ചുള്ള ചർച്ചകളുമൊക്കെ സജീവമാണ്. താങ്കളുടെ പേരും ആ മുൻനിരയിൽ ഉണ്ടെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. എന്താണ് അതിലൊരു താല്പര്യം, ഒരു ക്ലെയിം എങ്ങനെയാണ് ഇപ്പോഴും? ഇല്ല, അത് ചർച്ചകൾ നടക്കട്ടെ. ചർച്ചകൾ നടക്കുന്നോ നടക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. ചർച്ചകൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ. വേഗത്തിലൊരു തീരുമാനം അധ്യക്ഷൻ വേണം അല്ലേ? വേഗത്തിലൊരു തീരുമാനം AICC നേതൃത്വം എടുക്കട്ടെ. താല്പര്യം അറിയിച്ചിട്ടുണ്ടോ അധ്യക്ഷനാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ചർച്ചകൾ എത്രയും പെട്ടെന്ന് നടക്കണം, എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാകണം, പാർട്ടിക്ക് പുതിയ അധ്യക്ഷൻ എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ഒരു തീരുമാനം വളരെ താമസിയാതെ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലെയിം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ തീരുമാനം വരട്ടെ. എത്രയും വേഗം തീരുമാനം വരണമെന്നുള്ളതാണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരും കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് എത്രയും പെട്ടെന്ന് തീരുമാനം. ഇതിൽ മെറിറ്റ് ആയിരിക്കും അതല്ലെങ്കിൽ ജാതിയും മതവും ആയിരിക്കും? ഒന്നും അറിയില്ല. കോൺഗ്രസ് ആയതുകൊണ്ട് ചോദിക്കുക. കാര്യം KPCC ഒരാള് പ്രതിപക്ഷ നേതാവ്, ഒരാൾ മുഖ്യമന്ത്രി, അപ്പൊ അതൊക്കെ കണക്കിലെടുത്ത് ജാതി മത ന്യൂനപക്ഷ അങ്ങനെ കണക്കിലെടുക്കാതെ കോൺഗ്രസിന് തീരുമാനം എടുക്കാൻ പറ്റുമോ? മെറിറ്റ് നോക്കുവാണെങ്കിൽ എങ്ങനെയാവും? അല്ല, ഒന്നും അറിയത്തില്ല. അതിൽ എങ്ങനെയാണ് KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പോകുന്ന മാനദണ്ഡം എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും എനിക്കില്ല. അതിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ്. നിലവിലെ പ്രസിഡന്റിന്റെ പിന്തുണ ഉണ്ടോ താങ്കളുടെ ആ ഒരു ക്ലെയിമിലേക്ക്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏതെങ്കിലും തലത്തിൽ നടന്നതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറിച്ച് വിശദാംശങ്ങൾ കൂടുതലായി പറയാൻ കഴിയില്ല. ഒരൊറ്റ ചോദ്യം, ഈ മെറ്റയിൽ നിന്ന് കാർഡുകൾ നീക്കം ചെയ്യുന്നതൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പം അതങ്ങനെ നീക്കം ചെയ്യുന്നത് ശരിയായിട്ട് തോന്നിയിരുന്നോ? മെറ്റയിൽ നിന്ന് ഒരാളെ മാത്രം വിമർശിക്കുന്ന കാർഡുകൾ. ഇല്ല, അതിന് പലതരത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഒക്കെ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ ആലോചിച്ചിട്ട് പറയാം. വ്യക്തിപരമായ അഭിപ്രായം പറയാം.